വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഈ സമയത്ത് ഒരുക്കാം. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമ്മളെ എൻകറേജ് ചെയ്യുന്നുണ്ട്, അപ്പോൾ തന്നെ നമ്മളെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിന് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ഇടം കൊടുക്കുവാനുള്ള ഒരു ചാലഞ്ചായിട്ട് ഇതിനെ കാണുക. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് കം ആൻഡ് ഇൻവേഡ്. ഈ സമയം നമുക്ക് ചാറ്റ് ബോക്സിലിടാം ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുകയറ്റം എന്ന് നമുക്ക് എല്ലാവർക്കും ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടാം യൂട്യൂബിലൂടെ കാണുകയാണെങ്കിൽ. പക്ഷേ ഹാർവെസ്റ്റ് ടി വിയിലൂടെ കാണുന്ന വ്യക്തികളെയും അപ്പോൾ തന്നെ നമ്മുടെ സ്പോട്ടിഫൈ, ആപ്പിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ കേൾക്കുന്ന വ്യക്തികളെയും ഞാൻ സ്പെഷ്യലി ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം എവറിബഡി ടു ടുഡേസ് മോർണിംഗ് ഗ്ലോറി. നമുക്ക് ഒരുമിച്ച് വചനം പഠിക്കുവാൻ നമുക്ക് തയ്യാറെടുക്കാം. ബട്ട് അതിനു മുമ്പ് ഇന്നത്തെ 1-2 കീ സ്പോൺസേഴ്സ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആദ്യമായി ശൈലജ വേണുഗോപാലൻ സിസ്റ്റർ ഫ്രം തിരുവനന്തപുരം. ഇന്ന് സഹോദരൻ്റെ മകൾ ദേവിയുടെ വിവാഹം നടന്നതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വി ആർ സോ ഹാപ്പി ടു ഹിയർ ദാറ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കാം. കർത്താവെ, ഈ കുടുംബത്തിൽ ഈ വിവാഹം മാത്രമല്ല ഇനിയും വിവാഹങ്ങൾ നടക്കട്ടെ. അരുണിൻ്റെയും ശബരിയുടെയും വിവാഹം നടക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വലിയൊരു അത്ഭുതം ഈ കുടുംബത്തിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കുവാനും രോഗസൗഖ്യം ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി ഈ സമയത്ത് ആ വ്യക്തിയുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വസ്തു വിൽക്കുവാൻ വേണ്ടിയും കർത്താവ് വാതിലുകൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് രണ്ടാമതൊരു കീ സ്പോൺസർ ഉള്ളത് ഡോക്ടർ വിജിൽ ആൻഡ് ഫാമിലി. താങ്ക് യു ഡോക്ടർ വിജിൽ ആൻഡ് ഫാമിലി. ഇന്ന് മകൻ ഏഡൻ്റെ 6ാമത്തെ ജന്മദിനമാണ്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡിയർ ഏഡൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് മകൻ്റെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ദൈവിക ആരോഗ്യം മകൻ്റെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വലിയൊരു അത്ഭുതം ചെയ്ത് ആ ഫാമിലിയെ ബ്ലെസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ വിജനും ഭാര്യയും ഒലിവയും ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങയുടെ കൃപ വന്ന് ചേരട്ടെ. ലെറ്റ് യുവർ ഗ്രേസ് വർക്ക് ഇൻ ദിസ് ഫാമിലി ഫാദർ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. വി ബ്ലെസ് ബോത്ത് സ്പോൺസേഴ്സ് ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. കർത്താവ് വലിയ കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഡിയർ സ്പോൺസേഴ്സ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കൊരു TV പ്രോഗ്രാം പാർട്ട്ണർ ആകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാം. അനേകർക്കൊരു അനുഗ്രഹമായി തീരാം. ആമേൻ. ഇന്ന് നമ്മുടെ യൂത്ത് ക്യാമ്പിലെ 2ാമത്തെ ദിനമാണ്. ബട്ട് ഇന്ന് വൈകുന്നേരം നമുക്ക് എൻകൗണ്ടർ നൈറ്റ് മീറ്റിംഗ് ആണ്. ഇത് എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. 7 മണി മുതൽ 12 മണി വരെയുള്ള സമയത്ത് നൈറ്റ് ഓഫ് പ്രെയർ, വർഷിപ്പ് ആൻഡ് ഇൻറ്റർസെഷൻ ആൻഡ് അമേസിങ് വേർഡ്. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്നത്തെ എൻകൗണ്ടർ നൈറ്റിൽ ചെയ്യാൻ പോവുകയാണ്. ബ്രദർ ഡാമിൽ നിന്ന് അതിശക്തമായ ഒരു സന്ദേശമാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കാൻ പോകുന്നത്. സോ തയ്യാറെടുക്കുക. നമുക്ക് ഒരുമിച്ച് വന്നു ചേരാം. അപ്പോൾ തന്നെ November 14-15 നമ്മുടെ ഗ്ലോ മീറ്റിംഗ്, അതിലേക്ക് എല്ലാ സിസ്റ്റേഴ്സിനെയും ഒരിക്കൽ കൂടെ വെൽക്കം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ തുടരുകയാണ്. ഈ ആഴ്ചയിലെ മെയിൻ ഫോക്കസ് എല്ലാവർക്കും അറിയാം, ദ ഹോളി സ്പിരിറ്റ് ഇൻവേഷൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ കടന്നുവരവ്, കടന്നാക്രമണം, അല്ലെങ്കിൽ രംഗപ്രവേശനം, പ്രവർത്തനം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പറയാം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മളിത് ആരംഭിച്ചത്. ആൻഡ് റിയലി എക്സൈറ്റിംഗ്. ദിസ് ഈസ് എ ഡെസ്റ്റിനി ചേഞ്ചർ പോഡ്കാസ്റ്റ്. ഈ പോഡ്കാസ്റ്റ് കാണുന്ന, മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരുടെയും ജീവിതത്തെ കർത്താവ് വിപ്ലവകരമായി മാറ്റിമറിക്കാൻ പോവുക. വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ പറയാം. ലൈവ് ചാറ്റിൽ ആമേൻ പറയുക. അതിനിടയ്ക്ക് ചോദിച്ചിട്ട് എത്ര പേർ റെഡിയാണ്? ബൈബിളുണ്ടോ കയ്യിൽ? നോട്ട്ബുക്കുണ്ടോ? പേനയുണ്ടോ? കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ പാൽ ചായയോ പാൽ കാപ്പിയോ ജ്യൂസോ ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഒക്കെ എടുത്ത് വയ്ക്കുക. ഹിയർ വി ഗോ. ഞാൻ പോകുന്നതിന് മുമ്പ് ഇഫ് യു ആർ റെഡി, ലൈവ് ചാറ്റിലിടണം ഐ ആം റെഡി, ഞാൻ തയ്യാറാണ്. ടൈപ്പ് ചെയ്തിടുക, എല്ലാവരും ഇടുക. അതിനുശേഷം ഇത് നമ്മൾ പോവുകയാണ്. സഖരിയാവിൻ്റെ പുസ്തകം 4:6. സഖരിയാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് പഴയ നിയമത്തിലാണ്. ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിലാണ് സഖരിയാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ആളത്ര മോശമൊന്നുമല്ല. സഖരിയാവ്
4, 6 വായിക്കാൻ പോകുന്നു. ഈ വചനം വിശ്വവിഖ്യാതമാണ്. മാത്രമല്ല ഒത്തിരി പ്രസംഗങ്ങൾ, ഒത്തിരി പാട്ടുകൾ, പ്രമേയങ്ങളൊക്കെ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. നോട്ട് ബൈ മൈറ്റ് നോട്ട് ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ് സേസ് ദ ലോർഡ് ഓൾമൈറ്റി. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവ സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പല ട്രാൻസ്ലേഷൻ പലതായിരിക്കും. അതൊന്ന് പറ്റുവാണെങ്കിൽ അറിയാവുന്നവരൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് ഒന്നിടാമോ? ചാറ്റ് ഹോസ്റ്റുകളും അതുപോലെ ആരായാലും ഒന്ന് ലൈവ് ചാറ്റിൽ ഈ വചനം ഒന്ന് കോപ്പി ചെയ്തിടുക. ഒരു പക്ഷേ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ കാണും, 10,000 പ്രാവശ്യം കേട്ടവർ കാണും. നമ്മുടെ വിഷയം കേട്ടോ കേട്ടില്ല എന്നുള്ളതല്ല, ഒന്നുമല്ല. ഇന്ന് ഇതിലൂടെ ദൈവാത്മാവ് നമ്മിലേക്ക്, നമ്മൾ ചുമ്മാ ഈ ചെവിയുടെ ഹോളിലോട്ട് കുറച്ച് ശബ്ദം കേൾക്കാനല്ല, ലൈഫിൽ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയേറിയ കടന്നുവരവ് അല്ലെങ്കിൽ രംഗപ്രവേശം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടവരാണല്ലോ. അതിലാണ് നമുക്ക് മാറ്റമുണ്ട്, അതിലാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്, അതിലാണ് നമ്മൾ സ്വർഗത്തിന് യോഗ്യരായി മാറുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നലെ നമ്മൾ ദ യൂണിവേഴ്സൽ ഇൻവേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. സാർവലൗകികമായി പ്രപഞ്ചത്തിൻ്റെ ഒരു കോൺ മുതൽ മറ്റേ കോൺ വരെ, അല്ലെങ്കിൽ പ്രപഞ്ചം മൊത്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സൃഷ്ടിപ്പിന് വേണ്ടി ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗം. എപ്പോഴും ഓർക്കുക, ഒരു സൃഷ്ടിപ്പ് നടക്കുന്ന സമയത്ത് പിതാവായ ദൈവം സിംഹാസനത്തിലിരുന്ന് വാ കൊണ്ട് കൽപ്പിക്കുന്നു, വാ കൊണ്ട് സംസാരിക്കുന്നു. പുത്രനായ ദൈവമാണ് അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ട്. പിതാവിൽ നിന്ന് പുറപ്പെട്ട സൃഷ്ടികർമ്മത്തിന് വേണ്ടി, എക്സിക്യൂഷന് വേണ്ടി പുറപ്പെടുന്നു. എന്നാൽ സൃഷ്ടിപ്പ് നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാനതിനെ സിമ്പിൾ എക്സാമ്പിളിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ട് കാണും. ഒരു ഫാദർ ഫിഗർ, ഒരു പിതാവ് ഒരു കസേരയിലിരിക്കുക, മോനോട് പറയുന്നു, മോനെ ആ സ്വിച്ച് ഒന്നിട്ടെ, ലൈറ്റ് ഒന്നിട്ടെ എന്ന് പറയുക. മോന് അടുത്തിരിക്കുന്ന മോൻ ഉടൻ തന്നെ അവിടെ നടന്നുപോയി മതിലിലുള്ള സ്വിച്ച് ബോർഡിലെ പർട്ടിക്കുലർ സ്വിച്ചിൽ അമർത്തുന്നു. ആ സമയത്ത് ലൈറ്റ് വരുന്നു. ഈ ലൈറ്റ് കൊണ്ടുവന്നത് ആരാണ്? ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ പിതാവായ ദൈവം എല്ലായ്പ്പോഴും സിംഹാസനത്തിലിരിക്കുന്നു. പുത്രനായ യേശു അതിൻ്റെ കാര്യനിർവഹണത്തിന് വേണ്ടി പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. സ്വിച്ച് ഇടുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ലൈറ്റ് കൊണ്ടുവരുന്നത് പോലെ ദൈവത്തിൻ്റെ അഥവാ ദൈവത്തിൻ്റെ ശക്തിയാണ് സൃഷ്ടികർമ്മം നടത്തുന്നത്. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് ഇലക്ട്രിസിറ്റി ആണെന്നല്ല, പരിശുദ്ധാത്മാവ് വെറും പവറാണെന്നല്ല, പരിശുദ്ധാത്മാവും ഒരു വ്യക്തിയാണ്. ഉദാഹരണത്തിന് വേണ്ടി, ഈ ഒരു ചിത്രീകരണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ സെഖര്യാവ് 4:6 നമ്മൾ വായിക്കുന്നത്, നോട്ട് ബൈ മൈറ്റ് നോട്ട് ബൈ പവർ ബട്ട് ബൈ മൈ സ്പിരിറ്റ് സേസ് ദ ലോർഡ് ഓൾമൈറ്റി. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് കർത്താവ്, സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം. ഈ സോളമൻ്റെ നേതൃത്വത്തിലല്ല, അഥവാ ശലോമോൻ്റെ നേതൃത്വത്തിൽ നിരവധി വർഷങ്ങൾ കൊണ്ട് അതിമനോഹരമായ ഒരു ആർക്കിടെക്ചറൽ മാർവൽ ആയിട്ടുള്ള ജെറുസലേം ദേവാലയം പണിയപ്പെട്ടു. എന്നാൽ അത് പിന്നീട് പല പ്രാവശ്യം തകർക്കപ്പെട്ട കാര്യം അറിയാം, പല പ്രാവശ്യം പുതുക്കിപ്പണിത കാര്യം അറിയാം. ഇവർ പ്രവാസത്തിലേക്ക് പോയ ശേഷം, ബാബിലോണിയ പ്രവാസത്തിലേക്കൊക്കെ പോയ ശേഷം അവർ മടങ്ങി വരുമ്പോൾ 3 കൂട്ടങ്ങളായിട്ട് മടങ്ങി വരുന്ന സമയത്ത് ദേവാലയം പണിയുവാൻ വേണ്ടി ദൈവം ചിലരെ നിയോഗിച്ചു. ഓക്കെ, ഒരു പ്രത്യേകിച്ച് അതിൻ്റെ ടോപ്പ് ലെവലിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 3 പേര് ആരൊക്കെയാണെന്ന് പറയാൻ കുറിച്ച് വെക്കണം. സെറുബാബേൽ സെഖര്യാവിൻ്റെ പ്രവചനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സെറുബാബേൽ എന്നൊരു മനുഷ്യൻ, താൻ അവിടുത്തെ ഗവർണറാണ്. 2 ജോഷുവ ദ ഹൈ പ്രീസ്റ്റ്, മഹാപുരോഹിതനായ യോശുവ ആണ് 2ാമത്തെ ആള്. അടുത്തത് ഹഗ്ഗായി ദ പ്രോഫറ്റ്, ഹഗ്ഗായി എന്ന് പറയുന്നൊരു പ്രവാചകൻ.
ഇവർ 3 പേരും കൂടി ചേർന്നാണ്, അതായത് ദ 3 മെമ്പർ ടീം ഓഫ് റീബിൽഡേഴ്സ് എന്ന് പറയുന്ന ഇവർ 3 പേരും. ആരൊക്കെയാണെന്ന് പറഞ്ഞേ? സെരുബ്ബാബേൽ ആരാണ്? ഗവർണറാണ്. അടുത്തത് ജോഷുവ ഹൈ പ്രീസ്റ്റാണ്. അടുത്തത് ഹഗ്ഗായി ആരാണ്? പ്രവാചകരാണ്. ഇവർ 3 ചേർന്നാണ് ഈ ദേവാലയ പണിയുടെ ഒരു മെയിൻ ടീം എന്ന് പറയുന്ന ഇവരെയാണ് കർത്താവ് നിയോഗിച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, ഏത് ഒരു ബിൽഡിംഗ് നടക്കുമ്പോഴും നമുക്ക് ആവശ്യമുള്ള മനുഷ്യരാരൊക്കെയാണ്? പണിക്കാരിൽ ആർക്കിടെക്ട്സ് കാണും, സിവിൽ എഞ്ചിനീയേഴ്സ് കാണും, ബിൽഡേഴ്സ് കാണും. ഇതെല്ലാം കൂടി അവരാണ് ഇത് പണിയുന്നത്. പക്ഷെ ഇവിടെ പണി ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ഗവർണർ, ഒരു മഹാപുരോഹിതൻ, ഒരു പ്രവാചകൻ. കർത്താവ് പറയുന്നത് ഇതാണ്, മക്കളെ, ഇവിടെ പല പണികളും നടക്കുന്നുണ്ട്. ഈ രാജ്യത്ത് പലവിധ പാലം പണിയോ അല്ലെങ്കിൽ വീട് പണിയോ ഇങ്ങനെയുള്ള പല പണികളും നടക്കും. പക്ഷേ അവരൊക്കെ എൻജിനീയേഴ്സും അതുപോലെ ആർക്കിടെക്ട്സും പണിക്കാരും എല്ലാം കൂടി ചേർന്ന് നല്ല രസകരമായി അവർ അതിൻ്റെ പ്ലാനൊക്കെ തയ്യാറാക്കി ഇത് പണിയുന്നു. ഇങ്ങനെ പണിയുന്ന സമയത്ത് ഏത് സ്ട്രക്ചർ അവരങ്ങനെ അവർക്ക് കിട്ടിയ ദൈവം കൊടുത്ത കഴിവിനാൽ അങ്ങ് വളർന്നു പോകും. എന്നാൽ എൻ്റെ ആലയമാണ് നിങ്ങൾ പണിയാൻ പോകുന്നത്. എൻ്റെ ആലയം പണിയണമെങ്കിൽ ആർക്കിടെക്ട്സും സിവിൽ എഞ്ചിനീയേഴ്സും മരപ്പണിക്കാരും കൽപ്പണിക്കാരും സ്വർണ്ണപ്പണിക്കാരും വെള്ളിപ്പണിക്കാരും തട്ടാനും ഇവർ പോരാ. അവരൊക്കെ ഇരുന്നോട്ടെ. പക്ഷേ എൻ്റെ പണി നടത്തുന്നത് എൻ്റെ ആത്മാവാണ്. ഇതാണ് ഈ പ്രവചനദൂതിൻ്റെ സാരാംശം. ഒന്നുകൂടി പറയാം, ഇത് ദേവാലയ പണിയാണ്. ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുമല്ല, ഫുട്ബോൾ സ്റ്റേഡിയം പണിയല്ല, പാലം പണിയല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പണിയല്ല, ഓഫീസ് ബിൽഡിംഗ് പണിയുമല്ല. ഇത് എൻ്റെ ആലയമാണ്. എൻ്റെ ആലയം പണിയുന്നത് എൻ്റെ ആത്മാവായിരിക്കും. ഹലോ 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 ദൈവത്തിൻ്റെ ആലയമാണ് പണിയുന്നതെങ്കിൽ അതെൻ്റെ ആത്മാവായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു ശക്തിയേറിയ ദൂത് നമ്മുടെ എല്ലാവരുടെയും അകത്തുണ്ടായിരിക്കട്ടെ. ഇന്നും ദേവാലയം, ഇന്നത്തെ ദേവാലയം എന്ന് പറഞ്ഞ സഭയാണ്, പണിയണമെങ്കിൽ പ്രധാനമായും 3 ടീമുകളാണ് പ്രധാനമായും വേണ്ടത്. 1 അപ്പസ്തോലന്മാർ, 2 പ്രവാചകന്മാർ, 3 ഇവർ 2 പേരും മെയിനായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ അത് കൂടാതെ അതിൻ്റെ ഫിസിക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി കുറേ ആളുകൾ വേണം. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമാണുള്ളത്. അപ്പോൾ അവർ 2 പേരും വളരെ കീ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ തന്നെ ഫിസിക്കൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ആൾ വേണം. അതിൽ ബിൽഡേഴ്സും ആർക്കിടെക്ട്സും സിവിൽ എഞ്ചിനീയേഴ്സും ആരൊക്കെ ഉണ്ട്, അതെല്ലാം ആവശ്യമാണ്. ഇന്നും അങ്ങനെ തന്നെ. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 33:6 The Spirit of God has made me, the breath of the Almighty gives me life. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിർമ്മിച്ചു. The breath of the Almighty gives me life. അത്യുന്നതൻ്റെ ശ്വാസമാണ് എനിക്ക് ജീവനെ തന്നത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശരീരവും ഒരു ആലയമാണല്ലോ. ദേവാലയം പണി എന്ന് പറയുമ്പോൾ ഈ ശരീരവും ഒരു ആലയമാണ്. ഇവിടുത്തെ പണി നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ സൃഷ്ടിപ്പിൽ പോലും നടന്നത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഹാസ് മെയ്ഡ് മീ. വളരെ വ്യക്തമായി യോബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ നിർമ്മിച്ചത്. അപ്പോൾ സൃഷ്ടിപ്പിനെക്കുറിച്ചും യൂണിവേഴ്സൽ ഇൻവേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ വ്യക്തതയോടെ പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ സൃഷ്ടിച്ചത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നെ നിർമ്മിച്ചത്, എന്നെ ഉണ്ടാക്കിയത്. അവൻ്റെ ശ്വാസമാണ് എനിക്ക് ജീവൻ നൽകിയത്. അതാണ് ഉൽപ്പത്തി 2:7 നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനെ ആത്മസ്വരൂപിയായ മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ്റെ ശരീരത്തിനകത്തോട്ടാക്കി. എങ്ങനെ? യഹോവയായ ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അകത്തോട്ടിറങ്ങി, അവൻ്റെ ലൈഫ് അകത്ത് വന്നു. ഇനി അടുത്തത് സങ്കീർത്തനങ്ങൾ 139 13 മുതൽ 16 വരെയുള്ള വചനങ്ങൾ. അനേക പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുണ്ട്, വീണ്ടും വായിക്കാം.
ഞാൻ ഇംഗ്ലീഷ് വായിക്കും, നിങ്ങൾ സ്ക്രീനിൽ ഒരുപക്ഷെ മലയാളം കാണും. For you created my inmost being. You knit me together in my mother's womb. അങ്ങാണല്ലോ എൻ്റെ അന്തരംഗത്തെ നിർമ്മിച്ചത്. ഇൻമോസ്റ്റ് ബീയിങ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റാണ് സത്യത്തിൽ പറഞ്ഞാൽ. ഇൻമോസ്റ്റ് ബീയിങ്, നമ്മുടെ അകത്തുള്ള ഏറ്റവും അകത്തെ ഡീപ്പസ്റ്റ് പാർട്ട് ഈസ് ദ സ്പിരിറ്റ് ഓഫ് മാൻ. ഓക്കെ, ആൻഡ് യു നിറ്റ് മീ ടുഗദർ ഇൻ മൈ മദേഴ്സ് വൂം. അടുത്തത്, അമ്മയുടെ ഉദരത്തിൽ നിറ്റ് മീ ടുഗദർ എന്ന് പറഞ്ഞാൽ തുന്നിച്ചേർത്തുണ്ടാക്കി എന്നാണ് അർത്ഥം. അത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ശരീരത്തെ കർത്താവ് കുത്തിക്കെട്ടി റെഡിയാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ ഫോം ചെയ്തു. ഇതൊരു പൊയറ്റിക് ലാംഗ്വേജ് ആണല്ലോ. 14, ഐ പ്രൈസ് യു ബിക്കോസ് ഐ എം ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്. ഞാൻ ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിക്കപ്പെടുകയാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. യുവർ വർക്ക്സ് ആർ വണ്ടർഫുൾ. നിൻ്റെ പ്രവൃത്തികളെല്ലാം എത്ര അത്ഭുതകരമാണ്. ഐ നോ ദാറ്റ് ഫുൾ വെൽ. എനിക്കത് നന്നായിട്ടറിയാം. 15, മൈ ഫ്രെയിം വാസ് നോട്ട് ഹിഡൻ ഫ്രം യു വെൻ ഐ വാസ് മെയ്ഡ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. രഹസ്യമായി ഞാൻ ഉണ്ടാക്കപ്പെടുന്ന നാളിൽ എൻ്റെ ആകാരം, എൻ്റെ രൂപം ഒന്നും നിനക്ക് മറവായിരുന്നില്ല. When I was woven together in the depths of the earth. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഞാൻ എന്നെ കുത്തി തുന്നിച്ചേർത്തുണ്ടാക്കിയപ്പോൾ, ഭൂമിയുടെ അധോഭാഗം എന്നുദ്ദേശിച്ച് ഞാൻ നേരത്തെ പറയുന്നത് ഒരു പൊയറ്റിക് ലാംഗ്വേജ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് പറയുന്നതാണ്. അമ്മയുടെ ഉദരത്തിൽ അതാണ് ഈ ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ 16-ാമത്തെ വചനം, യുവർ ഐസ് സോ മൈ അൺഫോംഡ് ബോഡി. നിൻ്റെ കണ്ണുകൾ എൻ്റെ ആകാരമില്ലാത്ത ശരീരത്തെ കണ്ടു. എന്നതിനെക്കുറിച്ച് പറയാം, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. മീനിങ്, ഇന്നാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് വുമണെ സ്കാനിങ്ങിന് കൊണ്ടുപോയാൽ CT സ്കാനും അല്ലാത്ത സ്കാനൊക്കെ എടുക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് വളരെ ക്ലിയറായി കുഞ്ഞിനെ മാത്രമല്ല, കുഞ്ഞിൻ്റെ അകത്തെ അവയവങ്ങൾ വരെ, അവയവങ്ങൾക്കകത്തുള്ള പ്രോബ്ലംസ് വരെ കണ്ടെത്താനുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻ്റ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലെന്ന് ഓർക്കണം. പക്ഷേ നിൻ്റെ കണ്ണുകൾ ആകാരമില്ലാത്ത അല്ലെങ്കിൽ പിണ്ടാകാരമായിരുന്നു എന്നെ കണ്ടു. All the days ordained for me were written in your book before one of them came to be. അതുപോലെ തന്നെ ഈ പുസ്തക ചുരുളിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള സകലവും നീ എഴുതി വെച്ചു. ആദ്യമേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളൊക്കെ ഡയറി എഴുതുന്നത് ഒരു ദിവസം ജീവിച്ച ശേഷമാണ്. ഇതല്ല, ഈ ഓരോ ദിവസവും പിറന്നു വീഴുന്നതിന് മുമ്പ്, ആ ദിവസം ഉളവായി വരുന്നതിന് മുമ്പ്, ദിവസം പിറക്കുന്നതിന് മുമ്പ് തന്നെ ആ ദിവസം എന്ത് സംഭവിക്കും എന്നുള്ളത് നീ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കർത്താവിന് ഡയറി എഴുതുന്ന ശീലമുണ്ടെങ്കിൽ കർത്താവ് എഴുതുന്നത് ഇങ്ങനെയാണ്. ആദ്യമേ ഡയറിയിൽ ആദ്യം എഴുതി വെക്കും, എന്നിട്ട് അത് ആ ദിവസം സംഭവിക്കും. നമ്മൾ ഒരു ദിവസം കാര്യങ്ങൾ സംഭവിച്ച ശേഷം എഴുതി വെക്കും. ഇത്രയുള്ള വ്യത്യാസം, ദൈവവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. യെസ്, പറഞ്ഞു വരുന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവാത്മാവിനാൽ പറ. അതാണ് ഇന്നത്തെ കീ സന്ദേശം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഇതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ, സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. വാവ്, ഒരു ഭയങ്കര സംഭവമല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് സകലവും. എന്തിനു പറയുന്നു? നമ്മുടെ ശരീരം സൃഷ്ടിക്കപ്പെട്ടതും ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതും നമ്മുടെ അകത്തുള്ള സോൾ പാർട്ട് അല്ലെങ്കിൽ ദേഹി സൃഷ്ടിക്കപ്പെട്ടതും എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി തുടങ്ങിയ സകലവും, മെൻ്റൽ ഫാക്കൽറ്റീസ്, ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. വാവ്. ഇനി ഹഗ്ഗായി നമ്മുടെ ടീമിൽപ്പെട്ടതാണ്. സെറുബ്ബാബേൽ, ജോഷുവ, ഹഗ്ഗായി 3 പേരടങ്ങുന്നതാണ് റീബിൽഡിംഗ് ടീം. അല്ലെ, ഹഗ്ഗായി 2:5 ഒരു വചനം കിടപ്പുണ്ട്. ദിസ് ഇസ് വാട്ട് ഐ കവനന്റഡ് വിത്ത് യു വെൻ യു കെയിം ഔട്ട് ഓഫ് ഈജിപ്റ്റ് ആൻഡ് മൈ സ്പിരിറ്റ് റിമെയിൻസ് അമംഗ് യു, ഡു നോട്ട് ഫിയർ.
നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന സമയത്ത്, ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന സമയത്ത് ഞാൻ ഉടമ്പടി ചെയ്ത് നിങ്ങളോട് പറഞ്ഞ കാര്യം ഇതാണ്: മൈ സ്പിരിറ്റ് റിമെയിൻസ് among you, do not fear. എൻ്റെ ആത്മാവ് നിങ്ങളുടെ മധ്യത്തിൽ വസിക്കുന്നു, പേടിക്കണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ തുറന്നു ചോദിക്കുക, നിങ്ങളിൽ എത്ര പേർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്, പ്രാപിച്ചിട്ടുണ്ട്? കൈവീശി കാണിക്കാമോ? ടൈപ്പ് ചെയ്തിടാമോ ലൈവ് ചാറ്റിൽ? ഞാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട്. ടൈപ്പ് ഇറ്റ് ഡൗൺ, എഴുതിയിടുക. ഐ ഹാവ് ദ ഹോളി സ്പിരിറ്റ് ഇൻ മീ. ടൈപ്പ് ചെയ്തിടുക, ലൈവ് ചാറ്റിലിടുക, കമൻറ്റ് സെക്ഷനിലിടുക. ഇനി കേട്ടോ, മൈ സ്പിരിറ്റ് റിമെയിൻസ് among you, do not fear. എൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. പരിശുദ്ധാത്മാവകത്തുണ്ടെങ്കിൽ പേടിക്കണ്ട. 2 തിമോത്തിയോസ് 1:7 അവിടെ പറയുന്നത്, God has not given us a spirit of fear, but a spirit of love and of power and sound mind. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല. ദൈവത്തിൻ്റെ ആത്മാവ് കോൺഫിഡൻസിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ വ്യക്തമായി പൗലോസ് തിമോത്തിയോസിനോട് പറയാം. കാരണം തിമോത്തിയോസിനോട് പറയാൻ കാരണം, തിമോത്തിയോസ് ആ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എഫേസോസ് സഭയുടെ ചാർജ് എടുത്തു. എഫേസോസ് സഭ എന്ന് പറയുന്നത് ഒരു മെഗാ ചർച്ചാണ്. ആയിരക്കണക്കിന് വിശ്വാസികളുള്ള വലിയൊരു സഭയാണ് എഫേസോസിലെ സഭ. ഈ സഭാ ചാർജ് ഏറ്റെടുത്ത സമയത്ത് ഈ തിമോത്തിയോസ് യുവാവാണ്, അധികം പ്രായമൊന്നുമില്ല. അപ്പോൾ ഈ എഫേസോസിലെ സഭ സ്ഥാപിച്ചത് പൗലോസാണ്. അതിനുശേഷം പലരും അവിടെ മാറി മാറി സഭാ ശുശ്രൂഷകരായിട്ട് വന്നു. ഒരു ഘട്ടത്തിൽ തിമോത്തിയോസിനെ അവിടെ സഭാ ശുശ്രൂഷകനായി നിയമിക്കപ്പെട്ടു, അവിടുത്തെ പാസ്റ്ററാണ്. പക്ഷേ തിമോത്തിയോസിൻ്റെ മുട്ടടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത്രയും വലിയ സഭയെ എങ്ങനെ ഞാൻ മുന്നിലേക്ക് പോകും? എൻ്റെ യൗവനം തുച്ഛീകരിക്കപ്പെടുമോ? ആകപ്പാടെ ഭീരുത്വം തൻ്റെ അകത്ത് വരുന്ന സമയത്താണ് പൗലോസ് അദ്ദേഹത്തിന് എഴുതുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പിന്നെന്താണ്? സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അവിടെ നീ മേടിക്കേണ്ട. അത് തന്നെ ഹഗ്ഗായി ഇവിടെ പറയുന്നത്, മൈ സ്പിരിറ്റ് റിമെയിൻസ് among you, do not fear. അന്നത്തെ കാലത്ത് സ്പിരിറ്റ് റിമെയിൻഡ് എമോങ് ദം, നോട്ട് ഇൻ ദം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ടെന്നല്ല പറഞ്ഞ്, നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ വരാറായിട്ടില്ല. ഉള്ളിൽ വന്നത് എപ്പോഴാണ്? യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം. ആ 3 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 20:21 തോന്നുന്നു, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം യേശു കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അകത്ത് വന്നത്. അതുവരെ അകത്ത് വന്നിട്ടില്ല, ഇടയിലുണ്ട്. മിസ്രൈമിൽ, ഈജിപ്തിൽ അവിടുന്ന് പോകുന്ന ശേഷം മരുഭൂമിയിൽ, അല്ലെങ്കിൽ ഇവർ പഴയ നിയമത്തിൻ്റെ കാലഘട്ടം മുഴുവൻ ദൈവജനങ്ങളുടെ ഇടയിൽ ദൈവം വസിച്ചു, പരിശുദ്ധാത്മാവ് വസിച്ചു. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം രക്ഷിക്കപ്പെടുന്നവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നു. വ്യത്യാസം കണ്ടോ? ചോദ്യം, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ടെങ്കിൽ, അന്ന് ഇടയിലാണ്, ഇന്ന് ഉള്ളിലുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട. ഇടയിലുള്ളപ്പോൾ തന്നെ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഉള്ളിലുള്ളത് കൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി പേഴ്സണലായിട്ട് ഞാൻ കുറച്ച് ദൂതുകളൊക്കെ പറയാൻ പോവാ. റെഡിയാണോ? വളരെ വ്യക്തിപരമായി, 1-on-1, വേറെ ആരും അറിയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അകത്തുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ഭയം പുറത്ത് ചാടട്ടെ. ഭയത്തിൻ്റെ ആവശ്യം ഇല്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. ന്യൂക്ലിയർ ബോംബിൻ്റെ ശക്തിയേക്കാൾ, ആറ്റം ബോംബിൻ്റെ, അണുബോംബിൻ്റെ, ഹൈഡ്രജൻ ബോംബിൻ്റെ ശക്തിയേക്കാൾ, ഒരു വോൾക്കാനോ ബ്ലാസ്റ്റിൻ്റെ ശക്തിയേക്കാൾ വളരെയധികം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഫോഴ്സ്, ഏറ്റവും ശക്തിയുള്ള ശക്തി ഏതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ. കാരണം എല്ലാത്തിനെയും നിർമ്മിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ
ഏതെങ്കിലും ഒരു വീട് പണി, ഏതെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ കാര്യം, സഭാപണി, സഭാ ശുശ്രൂഷ, എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാതെ ഇങ്ങനെ വല്ലാതെ സ്റ്റാഗ്നൻ്റായി, അല്ലെങ്കിൽ ചിലതൊക്കെ പണിതുയർത്തിയത് താഴെ വീണു, അതിനെ ഒന്നുകൂടി പുനരുദ്ധരിച്ച് പണിതുകൊണ്ടുവരണം, ഒരു പുനർനിർമ്മാണം നടക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിൽ ആവശ്യത്തിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കണം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. ഇത് കേൾക്കുന്ന എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകരോടും ഞാൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വേല സകലവും നടക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. മനുഷ്യൻ്റെ ഊരുക്കളിൽ അവൻ പ്രസാദിക്കുന്നില്ല. നമ്മളേവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ആത്മാവ് ജീവിപ്പിക്കുന്നു. കൈനീട്ടാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. കൈനീട്ടാം. കർത്താവെ, ഈ ജനങ്ങളിൽ പരിശുദ്ധാത്മാവ് ആവസിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സൈന്യത്താൽ അല്ല, ശക്തിയാൽ അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അത് നടക്കട്ടെ. എല്ലാവരും കൈകളിങ്ങനെ പിടിച്ച് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുക, പരിശുദ്ധാത്മാവെ, അങ്ങേ ഞാൻ ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവെ, എൻ്റെ ഉള്ളിൽ വരണമേ. യേശുവിനെ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു. യേശുവിനെ എൻ്റെ ദൈവമായി സ്വീകരിക്കുന്നു. യേശുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുന്നു. യേശുവിൻ്റെ എല്ലാമാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, യേശു എൻ്റെ രക്ഷകനും കർത്താവുമാണ്. പരിശുദ്ധാത്മാവിനെ എല്ലാവരും സ്വീകരിക്കുക. എല്ലാവരും വാ കൊണ്ട് പറയുക, പരിശുദ്ധാത്മാവിനെ ഞാൻ ക്ഷണിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു, എൻ്റെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു, എൻ്റെ സഭയിലേക്ക് ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവേ, വരണമേ, വരണമേ, വരണമേ. നന്നായിട്ട് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ വരണമേ, വരണമേ, വരണമേ. പരിശുദ്ധാത്മാവിൽ നിറയാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇൻവേഷൻ ലൈഫിലേക്ക് ഇപ്പോൾ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇനി ഈ പരിശുദ്ധാത്മാവ് സൃഷ്ടിക്കുന്ന ആത്മാവായതുകൊണ്ട്, ഇല്ലാത്തതിന് ഉളവാക്കാൻ കഴിവുള്ളതുകൊണ്ട്, റിപ്പയർ ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും, റീബിൽഡ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും ശരീരങ്ങളിപ്പോൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഈ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്, കുടലിനകത്ത് എന്ന് പറഞ്ഞാൽ കുടലിൻ്റെ ഒരു ഭാഗമൊക്കെ മുറിച്ച് കളയണം എന്നതുപോലെ ഈ അൾസർ ബാധിക്കുകയോ ക്യാൻസർ ബാധിക്കുകയൊക്കെ ചെയ്തിട്ട് കുടല് പോലും നഷ്ടപ്പെടുന്ന രീതിയിലിരിക്കുന്ന ആരൊക്കെ, യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ വിടുതൽ ആ ഭാഗത്ത് ഉണ്ടാകട്ടെ. ഹീലിംഗ് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കൈവയ്ക്കുക. ഒരു പൂർണ്ണ സൗഖ്യം, വിടുതലും ശരീരത്തിൽ ഇപ്പോൾ നടക്കട്ടെ. ഏറ്റെടുക്കുക ഇൻ ജീസസ് നെയിം. വളരെ ഫ്രീക്വൻ്റായിട്ട് ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കണ്ട് ഭയത്തിൽ ജീവിക്കുന്ന ആരൊക്കെയോ കർത്താവ് വിടുവിക്കുന്നു. എൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ട്, ഭയപ്പെടരുത്. താങ്ക് യു ലോർഡ്. ഭാവി ഓർത്ത് ഭയപ്പെടുന്നവർ ഇവരൊക്കെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ കൈനീട്ടി ബ്ലസ് ചെയ്യുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ലിങ്കും നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിലേക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക, യൂട്യൂബിലേക്ക് കാണുന്നവരെ. അതുപോലെ ഗ്രൂപ്പുകളിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഇന്നത്തെ സന്ദേശം പറഞ്ഞു കൊടുക്കുക. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബൈ.